നമസ്തേ. ശ്രീ സംഗമേശാനന്ദ വേദിക് ഫൗണ്ടേഷന്റെ ശ്രീ രുദ്രാപീഠം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശക്തി ആരാധനയെ കുറിച്ച് അല്പം ഒന്ന് വിചാരം ചെയ്യാം. പുരാതന കാലത്ത്, അതായത് ശ്രീ ശങ്കരാചാര്യരുടെ ആ അവതാര സമയത്ത് കേരളത്തിലും ഭാരതത്തിലും 72-ലധികം വിശ്വാസങ്ങൾ, മതങ്ങൾ നിലനിന്നിരുന്നു. ഇവയെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഷൺമതങ്ങൾ എന്ന പേരിൽ മുഴുവനും ആരാധനാ സമ്പ്രദായങ്ങളെ ശ്രീ ശങ്കരാചാര്യ ഭഗവത് പാദർ 6 മതങ്ങളാക്കി. അവയാണ് ശൈവം, വൈഷ്ണവം, ശാക്തേയം, ഗാണപത്യം, സൗരം, കൗമാരം. അങ്ങനെ 6 തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളാക്കി. ഇതിൽ പ്രപഞ്ചത്തിന്റെ അച്ഛനായ പരമശിവന്റെ ആരാധനയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനകളെല്ലാം തന്നെ ശൈവ ആരാധന എന്ന് അറിയപ്പെട്ടു. പ്രപഞ്ചത്തിന്റെ അച്ഛനാണ് പരമശിവൻ. അതുകൊണ്ട് പരമശിവന്റെ ആരാധന ആദ്യം. രണ്ടാമതായി, ഒരാള് അച്ഛനാവണമെങ്കിൽ നിശ്ചയമായിട്ടും ഒരു അമ്മ ഉണ്ടാവണം. ആ പ്രപഞ്ചത്തിന്റെ അമ്മ എന്ന സ്ഥാനത്ത് മഹാവിഷ്ണു പുരുഷനായിരിക്കുമ്പോൾ മഹാവിഷ്ണുവായും സ്ത്രീ ആയിരിക്കുമ്പോൾ ദേവിയായിട്ടും നമ്മെ അനുഗ്രഹിക്കുന്നു. ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമി. അതുപോലെ നാരായണിയായും നാരായണനായും നമ്മെ അനുഗ്രഹിക്കുന്നു. സ്ഥിതികാരകനാണ്, അമ്മയുടെ ഭാവമാണ്. ആ വൈഷ്ണവ ആരാധന എന്നറിയപ്പെടുന്ന മഹാവിഷ്ണുവിന്റെ ആരാധന. അപ്പൊ ശൈവം, വൈഷ്ണവം. ഇനി ശൈവശക്തിക്കും വൈഷ്ണവ ശക്തിക്കും നടമാടാൻ ആവശ്യമായ ഇടം, അതാണ് ഈ പ്രകൃതി. അതുകൊണ്ട് പ്രകൃതി ആരാധനയെ ശാക്തേയ ആരാധന എന്ന് അറിയപ്പെടുന്നു. മൂലപ്രകൃതി ആരാധന. മൂലം എന്നാൽ കാരണം, കൃതി എന്നാൽ സൃഷ്ടി. ഒരാളൊരു പുസ്തകം എഴുതിയാൽ നമ്മൾ ചോദിക്കൂലേ, ഇതാരുടെ കൃതി എന്ന് ചോദിക്കും. അപ്പോൾ മൂലപ്രകൃതി, പ്രകർഷേണയുള്ള സൃഷ്ടികൾക്കെല്ലാം കാരണമായത്, മൂലമായത്, അതാണ് മൂലപ്രകൃതി ആരാധന. അമ്മയുടെ ആരാധന, പ്രപഞ്ചത്തിന്റെ അമ്മയുടെ ആരാധന. ആദ്യം ശൈവം, വൈഷ്ണവ. ഇപ്പോൾ ഈ ശൈവ വൈഷ്ണവ ശക്തികൾക്ക് നടമാടാൻ ആവശ്യമായ ഇടമാണ് മൂലപ്രകൃതി ആരാധന, ശാക്തേയ ആരാധന. എല്ലാ ആരാധനാ സമ്പ്രദായങ്ങളെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന താപത്രയങ്ങളിൽ നിന്നും എല്ലാം രക്ഷണം ചെയ്തുകൊണ്ട് ആരാധനയ്ക്ക് വിഘ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിഘ്ന വിനാശകനായിട്ടുള്ള ഗണപതിയുടെ ആരാധനയെ ഗാണപത്യ ആരാധന എന്ന് പറയുന്നു. അടുത്തത് സൗര ആരാധന. ഈ പ്രപഞ്ചത്തിന്റെ ഊർജസ്രോതസ്സായ സൂര്യന്റെയും അതിനോട് ചുറ്റുമുള്ള 9 മറ്റ് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും 12 രാശികളുടെയും എല്ലാം ആരാധനയെ സൗര ആരാധന എന്ന് പറയുന്നു. സൗര ആരാധന കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് കൗമാര ആരാധന. ഈ 5 ആരാധനാ സമ്പ്രദായങ്ങളെയും നമുക്ക് പറഞ്ഞു തരുന്നതിനും ഈ ആരാധനാ സമ്പ്രദായങ്ങളെ നമുക്ക് നേരായ വഴിക്ക്, അതായത് അനുഭവസ്ഥനായിട്ടുള്ള ഒരാളുടെ മുഖത്തു നിന്നും നമുക്ക് കേട്ട് ആരാധിക്കുന്നതിനും വേണ്ട ഒരു സങ്കേതമാണ് ഗുരു.
അതുകൊണ്ട് ആറുമുഖമുള്ള ഷൺമുഖസ്വാമിയെ ഗുരുവായിട്ട് കാണുന്നു. അതുകൊണ്ട് അതിനെ കൗമാര ആരാധന എന്ന് പറയും. ഉപാസകനെ ബ്രഹ്മത്തിലേക്ക് നന്നായി നയിക്കുന്നു. സുബ്രഹ്മം നീയത്തെ ഇതി സുബ്രഹ്മണ്യ എന്ന്. അപ്പോൾ ഗുരു ആരാധന, ഈ 6 തരത്തിലുള്ള ആരാധനയിൽ നമുക്ക് ഇവിടെ പ്രസക്തമായത് ശാക്തേയ ഉപാസനയാണ്. ശാക്തേയ ഉപാസനയില് നമുക്ക് പുരാതന കാലത്ത് ഭാരതത്തിലെ എല്ലാ സ്ത്രീകൾക്കും ദേവി മാഹാത്മ്യം അഥവാ ചണ്ഡിപാഠ് അല്ലെങ്കിൽ ദുർഗാ സപ്തശതി എന്നെല്ലാം പറയപ്പെടുന്ന ദേവി മാഹാത്മ്യം എന്ന ഗ്രന്ഥം ഹൃദിസ്ഥമായിരുന്നു, എല്ലാവർക്കും കാണാപാഠമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി. ദേവി മാഹാത്മ്യം എന്ന് കേൾക്കാത്തവരുടെ ഒരു കാലമായിട്ട് മാറി. ശാക്തേയ ആരാധനയിലൂടെ നമുക്ക് അമ്മ ആരാധന സാധ്യമാകുന്നു. മാതൃ ആരാധന ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാം തന്നെ ഒരു സ്ത്രീ പ്രജയിൽ നിന്നും ഉണ്ടായതാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് മനുഷ്യർ ആരംഭിച്ചതാണ് ശാക്തേയ ആരാധന. കുടുംബ പരദേവതാ ക്ഷേത്രങ്ങളിലൊക്കെ മിക്കതും നമുക്ക് കാണാൻ കഴിയും ഭുവനേശ്വരിയോ ഭദ്രകാളിയോ അങ്ങനെ നാരീസങ്കല്പത്തിലുള്ള ഏതെങ്കിലും പ്രതിഷ്ഠകളായിരിക്കും. കാരണം കുടുംബത്തില് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഒരുപോലെ പരിഹരിച്ച് എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയുന്നത് അമ്മമാർക്കാണ്. അപ്പോൾ അമ്മയുടെ ആരാധന നമുക്ക് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും കാണാം. അപ്പോൾ അമ്മയുടെ ആരാധന നമുക്ക് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും അഹങ്കാരം തോന്നിയാലും എല്ലാം സമീപിക്കാവുന്ന ഒരു സങ്കേതമാണ് അമ്മ. അങ്ങനെയുള്ള ആ അമ്മയുടെ ആരാധന, ആ അമ്മയുടെ ആരാധനയിലൂടെ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ തന്നെ നാരീശക്തിയുടെ ആരാധന സാധ്യമാകുന്നു. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയാണോ ഒരു സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെ എല്ലാ ദേവതകളും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കും എന്ന് പറയുന്നു. എത്ര ജപാല ദേവീ സ്വരൂപ. ഒരു സ്ത്രീയായിട്ട് ജനിച്ചിട്ടുള്ള പെൺകുട്ടിയായാലും അമ്മയായാലും അമ്മൂമ്മയായാലും ഒരു സ്ത്രീയായിട്ട് ജനിച്ചിട്ടുണ്ടോ അത് സാക്ഷാൽ ദേവിയുടെ ഒരു അംശമായിട്ട് കണക്കാക്കുക എന്നതാണ് ഭാരത സംസ്കാരം. പുരാതന കാലത്ത് ഓരോ കുടുംബങ്ങളിലും ഓരോ തറവാടുകളിലും മച്ചില ഭഗവതിയായും പഠിച്ചു സേവ ചെയ്തു കൊണ്ടുവന്ന് വെച്ച പ്രതിഷ്ഠയായിട്ടും എല്ലാം ദേവീ സാന്നിധ്യം നല്ലതുപോലെ ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ചുള്ള സർപ്പക്കാവുകള്, കുളങ്ങള് ഇതൊക്കെ ഉണ്ടായിരുന്നു. സർപ്പക്കാവുകളും സർപ്പക്കുളങ്ങളും ആ കാടുകളോട് അനുബന്ധിച്ചുള്ള കുളങ്ങളും എല്ലാം തന്നെ ഒരു പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗം തന്നെയായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല. സർപ്പക്കാവുകളിൽ കാണുന്ന വൻ വൃക്ഷങ്ങള്, അവിടെ കാണുന്ന വള്ളികളും ഇലകളും എല്ലാം നമ്മുടെ ശരീരത്തിലെ നാഡീവ്യവസ്ഥയെ തന്നെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ നാഡീവ്യവസ്ഥയിൽ പുറത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ആ ഒരു സന്തുലിതാവസ്ഥയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സർപ്പക്കാവുകളും ഇതേ പ്രതീകമായതുകൊണ്ട് സർപ്പക്കാവുകളെ തീണ്ടാൻ പാടില്ല, പുറത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് സർപ്പക്കാവുകളില് അശുദ്ധം ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്. സർപ്പക്കാവുകളിൽ നിന്നും സർപ്പങ്ങളെയെല്ലാം ആവാഹിച്ചെടുത്ത് മറ്റ് പ്രധാന പാമ്പുമേക്കാട്, ആമേട, മണ്ണാറശാല ഇതുപോലെയുള്ള വലിയ വലിയ സർപ്പ സന്നിധികളിൽ കൊണ്ടുചെന്നാക്കാനായിട്ട് നമ്മുടെ പൂർവികര് ശ്രമിച്ചു. എന്നാൽ അത് അസാധ്യമാണ്. സർപ്പങ്ങൾ ഒരിക്കലും ആ തങ്ങളുടെ ഇരിപ്പിടം വിട്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല. നാം പറഞ്ഞു വന്നത് പണ്ട് മുതൽ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ശാക്തേയ ഉപാസനയ്ക്ക് ലോപം വന്നത്, കുടുംബത്തിൽ പരദേവതയുടെ ആരാധനയ്ക്ക് ലോപം വന്ന ഒരു സമയം എന്നത്
ഒരു വ്യവസായവൽക്കരണത്തിന്റെ ആ സമയത്താണ്. അപ്പോൾ എല്ലാവർക്കും ഭാരതത്തിലും കേരളത്തിലും എല്ലാം ഉള്ളവർക്ക് പുറത്ത് അവരുടെ ജോലി അന്വേഷിച്ച് പോകുവാനുള്ള ഒരു ആകർഷണം വരികയുണ്ടായി. നമ്മുടെ ഭാരതത്തിന്റെ ആ സ്ട്രക്ചർ, ആ കിടപ്പ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. മുകൾ ഭാഗം മുഴുവനും പണ്ഡിറ്റുമാരാണ്, തികച്ചും സാത്വിക സ്വഭാവമുള്ളവരാണ്, ബ്രാഹ്മണരാണ്. അപ്പോൾ ആ ഭാഗം ബ്രാഹ്മണരാണ്. അതിന് തൊട്ടു താഴെ രാജസ്ഥാനാണ്, അവിടെ ക്ഷത്രിയരാണ്. അവിടെ ഉള്ളവർക്ക് ക്ഷാത്രവീര്യമുള്ള സ്വഭാവമാണ്. അതിന് തൊട്ടു താഴെ മഹാരാഷ്ട്രയിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കച്ചവടക്കാരെയാണ്. ഇന്നും അത് തന്നെയാണ് സ്ഥിതി, കച്ചവടക്കാരെയാണ്. വീണ്ടും താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ശൂദ്ര സ്വഭാവമാണ്. പുറത്തുപോയി ജോലി ചെയ്ത് സമ്പാദിക്കുവാനുള്ള താല്പര്യമുള്ളവർ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, തമിഴ്നാട്, കേരളം, അങ്ങനെ താഴോട്ട് വരും തോറും ആ സ്വഭാവം. അപ്പൊ നമ്മുടെ വർണ്ണ വ്യവസ്ഥയുടെ തന്നെ ഒരു പ്രതിനിധീകരണമാണ് ആ ഭാരതത്തിന്റെ കിടപ്പ്. ആ കാശ്മീരിലെ കുറെ സ്ഥലം പോയി. എന്തുകൊണ്ട്? അവിടെ തികച്ചും സാത്വികരായിട്ടുള്ള ബ്രാഹ്മണരാണ് താമസിച്ചിരുന്നത്. അവർക്ക് ഈ കടന്നുകയറ്റക്കാരോട് യുദ്ധം ചെയ്തത് തിരിച്ചു പിടിക്കുവാനൊന്നുമുള്ള ഒരു ക്ഷാത്രവീര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർ അതുകൊണ്ട് അവിടെ നിന്ന് പലായനം ചെയ്യുകയാണ് ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ബട്ടൺ അമർത്താനും നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ശ്രീ സംഗമേശാനന്ദ വേദിക് ഫൗണ്ടേഷൻ ശ്രീ രുദ്രാപീഠത്തിന്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നമസ്തേ. അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്തേ.